ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യണത്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കാം. ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ. സാരി ഞാനൊരു 6 മീറ്റർ ഇതിന് വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ. ഞാനപ്പോൾ ഓൾറെഡി ഒരു സ്കേർട്ട് അടിച്ചു. ബാക്കി ഇനി ഒരു പാൻറ്റ് അടിക്കാനും ടോപ്പ് അടിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. സ്കേർട്ടിന് അത്യാവശ്യം കുറച്ചധികം തുണി വേണ്ടി വന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളൊരു പാൻറ്റ് എടുക്കുക. അതിൻ്റെ അതേ അളവിന് തന്നെയാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. എൻ്റെ പാൻറ്റ് കുറച്ചുകൂടെ ലൂസ് ആയത് കാരണം ഞാനൊരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ കോട്ടൺ ആയത് കാരണം ചിലപ്പോൾ അലക്കി കഴിയുമ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിക്കോളും കേട്ടോ. പട്ട വേറെ വെക്കാനുള്ളത് കാരണം ഞാൻ പട്ടയായിട്ട് വെട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോഴെങ്കിലും മനസ്സിലാവും കേട്ടോ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല, എനിക്കറിയില്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പോലെ നിങ്ങൾ വെട്ടിയെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെക്കുക. പാൻറ്റ് ലൂസായത് കാരണമാണ് കേട്ടോ ഞാൻ കുറച്ചേ കൂട്ടിയെടുക്കണുള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഉണ്ട് ഞാനിത് വരയ്ക്കുന്ന പോലെ വരച്ച് അതേപോലെ തന്നെ ജസ്റ്റ് പാൻറ്റ് വയ്ക്കുക, അതേ ഷേപ്പിൽ അങ്ങോട്ട് വരയ്ക്കുക, വെട്ടാത്രേ ഉള്ളൂ. ഇതേപോലത്തെ കേരള സാരി മേടിച്ചിട്ട് അടിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ബിക്കോസ് എനിക്ക് ലൈനിങ് ഇടേണ്ടി വന്നിട്ട് നല്ല നീളടി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കട്ടിയുള്ള തുണിയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നാൾ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അടിക്കാനും എളുപ്പമാണ് പാൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ വെട്ടിയ പോലെ തന്നെ വയ്ക്കുക. നല്ല പുറവും വയ്ക്കുക. ലൈനിങ്ങും കൂടെ വെച്ചിട്ട് നമ്മൾ വെട്ടിയ പോലെ ഇല്ലേ അതിൻ്റെ ഈ 2 സൈഡും കണ്ടോ, ഈ 2 സൈഡും ആദ്യം അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നമ്മൾ കുഴിച്ച് വെട്ടിയില്ലേ അവിടെയാണ് കേട്ടോ അടിക്കേണ്ടത്. അതിന് ശേഷം അത് നിവർത്തുക. കണ്ടോ, പാൻറ്റ് അടിക്കാൻ പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ ഇത്തിരി പണി പട്ട വയ്ക്കാനും. നമ്മളിപ്പോൾ നമ്മൾ പാൻറ്റായിട്ടല്ല ഇടണം, മേലെ ക്രോപ്പ് ടോപ്പ് ഇടുന്നത് കാരണം പാൻറ്റ് നമ്മൾക്ക് അരക്കി കറക്റ്റാക്കി അടിക്കാനായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇനി ആ സൈഡ് ഇങ്ങനെ നിവർത്തിയിട്ട് ആ 2 സൈഡും പാൻറ്റിൻ്റെ കാൽഭാഗം അടിക്കാം കേട്ടോ. ഞാൻ തന്നെ സ്റ്റിച്ചിങ് പഠിച്ച കാരണം എനിക്ക് ഇതിൻ്റെ കറക്റ്റ് എന്താ പറയുക, ഈ സാധനങ്ങളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അതാണ് പ്രശ്നം. ഞാൻ എപ്പോഴും നടുവിൽ നിന്നാണ് കേട്ടോ അടിച്ചു തുടങ്ങുക. നടുവിൽ നിന്ന് കാലിൻ്റെ താഴേക്കാണ് അടിച്ചു തുടങ്ങുക. എനിക്ക് അങ്ങനെ വെച്ചടിക്കുമ്പോഴാണ് ഞാൻ അധികം പാൻറ്റൊന്നും അടിച്ചിട്ടില്ല. ഇതെൻ്റെ 3ാമത്തെ പാൻറ്റ് അങ്ങോട്ടാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ അടിക്കുന്നത്. ശരിക്കും ഇങ്ങനെയാണോ ഇതിൻ്റെ അടിക്കേണ്ട രീതി എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് അടിക്കാറ്. ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനിൽ അങ്ങനെ അടിക്കും. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ അടിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ അടിക്കാറായിട്ട് എപ്പോഴും. ഞാൻ ലെങ്ത്ത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അത് കാരണം തന്നെ ഞാൻ പകുതി വെച്ചിട്ട് അടിപ്പ് നിർത്തി കേട്ടോ. എന്നിട്ട് ഇനി ലെങ്ത്ത് നോക്കിയിട്ട് വെട്ടിക്കളയണമെങ്കിൽ വെട്ടിക്കളയാം, എന്നിട്ട് മടക്കി അടിക്കാമെന്ന് വെച്ചു. കണ്ടോ, അത്രയും വരെ ഞാൻ അടിച്ചുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ അടിക്കാം കേട്ടോ. ഇനി നമ്മൾ പട്ട വയ്ക്കാനാണ് പോണത്. പട്ട വയ്ക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പാൻറ്റ് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് അളവാണോ എന്ന് നോക്കണം. കാരണം ഇത് ലൂസായി നിന്നിട്ടുണ്ടെങ്കിൽ ഇത് പട്ട വെച്ചായിട്ട് പിന്നെ ലൂസായി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വൃത്തികേടാവും. പട്ടയുടെ മേലെ കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വെച്ച് അടിച്ചിട്ട് കറക്റ്റായിരുന്നു കേട്ടോ പാൻറ്റ്. പക്ഷേ ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ലൂസായി പാൻറ്റ്. ഞാൻ 2ാമത് അടിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പട്ടയുടെ മേലെ കൂടെ അടിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ. അപ്പോൾ പാൻറ്റ് പട്ട വെക്കുന്നതിന് മുന്നേ കറക്റ്റ് അളവാണോ നോക്കിയിട്ടിട്ട് നമ്മൾ എന്തായാലും സൈഡിൽ സിബ് വയ്ക്കും. അപ്പോൾ അത് കാരണം കറക്റ്റ് അളവിന് തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ ആദ്യം അടിച്ചില്ലേ സൈഡ് വെട്ടിയത് അടിച്ചില്ലേ അത് കുറച്ച് വെട്ടുക. എന്നിട്ട് ഇവിടെ നിന്ന് വേണം പട്ട അടിച്ച് തുടങ്ങാനായിട്ട്. ഞാനപ്പോൾ 2 മടക്കിൽ, ഞാൻ പറഞ്ഞില്ലേ തുണി ഒട്ടും കട്ടിയില്ലാത്ത തുണിയാണ്, അത് കാരണം 2 മടക്കിലിട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും കൂടെ മടക്കും. അങ്ങനെയാണ് നമ്മൾ പട്ട അടിക്കുക. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പൊട്ടപ്പുറത്ത് വെച്ചിട്ട് നല്ല പുറത്തേക്ക് മടക്കി അടിക്കാം, നല്ല പുറത്ത് വെച്ചിട്ട് പൊട്ടപ്പുറത്തേക്ക് മടക്കി അടിക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പൊട്ടപ്പുറത്ത് വെച്ചിട്ട് നല്ല പുറത്തേക്ക് മടക്കി അടിക്കാറാണ് കേട്ടോ ചെയ്യാറ്. ഇത് ഞാൻ എങ്ങനെ അടിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ 1 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. നല്ല പുറത്തേക്ക് വെച്ച് അടിക്കുമ്പോഴേ നമുക്കൊരു കൺട്രോളുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മെഷീൻ കൺട്രോൾ. ഇപ്പം നമ്മൾ പൊട്ടപ്പുറത്ത് വെച്ചിട്ട് നല്ല പറഞ്ഞ് താഴെ വരുമല്ലോ, അപ്പോൾ നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെ അടിപ്പ് വളഞ്ഞിട്ടാണോ പോണേ നേരെയാണോ പോണേ. മേലേലാവുമ്പോൾ നമുക്കത് അത്യാവശ്യം നോക്കിയടിക്കാം. ഇപ്പോൾ അടിയിൽ വൃത്തികേടായാലും ഇപ്പോൾ ആരും കാണില്ല, മേലെ വൃത്തികേടായ ആൾക്കാർ കാണും. പട്ട നിങ്ങളുടെ വീതിക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. ഞാൻ അത്യാവശ്യം പട്ട വീതിക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊട്ടപ്പുറത്ത് വെച്ച് അടിച്ചത് നല്ല പുറത്തേക്ക് ആയ കണ്ട ആ സാധനം ഉള്ളിലാക്കിയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടെ അടിക്കട്ടെ. ഇതിപ്പോൾ ഞാൻ അടിക്കുന്നത് നല്ല പുറത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല എങ്ങനെ അടിപ്പ് പോകാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മൾ പാൻറ്റ് ക്രോപ്പ് ടോപ്പ് ഇടുന്നത് കാരണം നിങ്ങൾക്കിത് 2നും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ക്രോപ്പ് ടോപ്പിനായത് കാരണം ഇത്ര കുറച്ചുകൂടെ നന്നായിട്ട്
അല്ലെങ്കിൽ വൃത്തികേടാവും. അലാസ്റ്റിക് ഒന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് പട്ടയാണ് താല്പര്യം. കാണുന്നതല്ലേ പാൻറ്റ്. അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അത്. ഇതിപ്പോൾ എൻ്റെ തുണിക്ക് ഒട്ടും കട്ടിയില്ലാത്തത് കാരണമാണ് ഞാനിപ്പോൾ അയണൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ വെച്ചൊന്ന് മടക്കിയാൽ മതി, അപ്പോൾ തന്നെ ശരിയാവും. കറക്റ്റ് എന്താ പറയുക, മേലേക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് അടിച്ച് കഴിയും കേട്ടോ. അപ്പോൾ പട്ട അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കീറിയ സ്ഥലമില്ലേ അവിടെ വെച്ചടിക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ആക്കാം. നമ്മൾ സിബ് വയ്ക്കും കേട്ടോ. ഒരുവിധം സിബ് വയ്ക്കുന്ന കാരണം കറക്റ്റ് അളവിനെടുക്കാനേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ആ സൈഡും കൂടെ അടിച്ചു കൊടുക്കുക. എനിക്കത് 2-3 തവണ കുറച്ച് അടിക്കേണ്ടി വന്നു കറക്റ്റ് ഷേപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ പോയിട്ട് ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് വീണ്ടും ലൂസായി, എന്നിട്ട് ഞാൻ വീണ്ടും വെച്ചടിക്കേണ്ടി വന്നു. അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഒരു സൈഡ് മാത്രമായിട്ട് അടിക്കാൻ പറ്റില്ല, 2 സൈഡും അടിച്ചാൽ ആ ഒരു ലെവൽ വരുള്ളൂ നമുക്ക് കറക്റ്റായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അളവിന് നോക്കിയിട്ടാണ് അടിച്ചത്. ഇനി നമ്മൾ സിബ് വയ്ക്കാൻ പോവാണ്. സൈഡിലാണ് സിബ് വയ്ക്കുന്നത്. സിബ് വയ്ക്കാനായിട്ട് 2 സൈഡും 4 സൈഡും അടിക്കണമെങ്കിൽ അടിച്ച ഒരു തുണി എടുക്കാം. നിങ്ങൾക്ക് എത്ര നീളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള നീളവും വീതി കുറച്ചുകൂടെ വീതി വേണമായിരിക്കും. ആദ്യമായിട്ടൊക്കെ അടിക്കുമ്പോൾ കുറച്ചുകൂടെ വീതിയിലൊക്കെ അടിച്ച് പഠിക്കാം കേട്ടോ. സൈഡിലാണ് സിബ് വയ്ക്കുന്നത്. ഇൻവിസിബിൾ സിപ്പർ വെക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ എനിക്ക് ഇൻവിസിബിൾ സിപ്പർ വെക്കാനും അറിയില്ല. പിന്നെ ഞാൻ സാധാരണ ഇൻവിസിബിൾ സിപ്പർ ഞാൻ ഒരു പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. അത് അടിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു പാൻറ്റ് ചെയ്യുന്നതല്ല, അപ്പോൾ പിന്നെ നന്നായിട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഇൻവിസിബിൾ സിപ്പർ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ മെഷീൻ കേടായിപ്പോയി. ഈ മെഷീനിൽ എനിക്കത് വെച്ചിട്ട് നടക്കൂല എന്തായാലും, അടിച്ച് ശീലമില്ലാത്തത് കാരണം. അപ്പോൾ പാൻറ്റിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എന്തോരാണോ വേണ്ടത് അത്രയും ഇറക്കത്തിൽ നടുവിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത തുണി ഉണ്ടല്ലോ, അതിൻ്റെ 4 സൈഡും അടിക്കുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പിഞ്ഞി പോരും തുണി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുണി നമ്മൾ വരച്ച വരയില്ലേ അതിൻ്റെ 2 സൈഡിൽ കൂടെയും അടിച്ചു കൊടുക്കുക. താഴെ എത്തുമ്പോൾ വി പോലെ അടിച്ചെടുക്കുക. ഞാൻ നേരത്തെ വരച്ച് കാണിച്ചില്ല, ഇതേപോലെ ആ വരയുടെ 2 സൈഡിൽ കൂടെ ഒരു ചവിട്ടി വീതിയിൽ അടിച്ചു വിടുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ട അതിനനുസരിച്ചിട്ട് വേണ്ട. സിബിനൊക്കെ കൂടുതൽ എടുക്കരുത്, സിബിനെ കുറച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ വരച്ചത് നടുവിൽ കൂടെ ആ താഴത്തെ വരയുടെ അളവിനെ നമ്മൾ വെട്ടിക്കൊടുക്കുക. വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, താഴത്ത് എന്ന് വെച്ചാൽ അടിപ്പുമ്പോൾ കൊള്ളാൻ പാടില്ല. അടിപ്പുമ്പോൾ ഇട്ടുണ്ടെങ്കിൽ അടിപ്പ് വിട്ടുപോരും. ഇനി ഇത് മടക്കി വെച്ചിട്ട് സിബ് ഇതേപോലെ ഇങ്ങോട്ട് വെച്ച് അടിക്കുക. സിബ് മൂടുന്ന രീതിയിൽ വെച്ചടിക്കണം. അടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് സിബ് എങ്ങനെയാണ് വെക്കാമെന്ന് സെർച്ച് ചെയ്തിട്ട് അടിക്കുക കേട്ടോ. എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ പറ്റൂ. എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ എന്നെനിക്കറിയില്ല. ഓക്കെ, എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് സിബ് താഴെ വെച്ചിട്ട് അടിക്കുക കേട്ടോ. സിബ് ഞാൻ പറഞ്ഞില്ലേ, ഈ സിബ് വൃത്തികേടാണ്, പക്ഷേ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സിബ് ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. നമ്മൾ പ്രിൻ്റ് ചെയ്തപ്പോൾ അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഞാനൊന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് വൃത്തിയോടെ അറിയുന്നില്ല കേട്ടോ, സിബ് ഉണ്ടെന്നേ അറിയണില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതേപോലെ കാണിക്കുന്ന പോലെ വെച്ചടിക്കുക, സൂക്ഷിച്ചടിക്കുക കേട്ടോ. സിബിൻ്റെ എന്താ പറയുക, ഭയങ്കര അടുത്ത് കൂടെ അടിക്കാനും പാടില്ല, ഭയങ്കര അകത്തി അടിക്കാനും പാടില്ല. അകത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ്റെ മേലെ അടിപ്പ് വിടില്ല. അടുപ്പിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ സിബ് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ചടിക്കുക കേട്ടോ. കറക്റ്റ് നമുക്കറിയാമല്ലോ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് അടിച്ചു വിടാം കേട്ടോ. ഇനി ഒന്നുമില്ല, താഴ്ഭാഗം അളവിന് നോക്കി അടിക്കുക, അരഭാഗം കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അടിച്ചു വിടുക. അത്രേ ഉള്ളൂ, നമ്മുടെ പാൻറ്റ് റെഡി ആയിരിക്കുന്നു. പാൻറ്റിൻ്റെ പ്രിൻ്റ് ചെയ്ത വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. കണ്ടോ, സിബ് ഉണ്ടെന്ന് അറിയണില്ലല്ലോ, ഞാനവിടെ പ്രിൻ്റ് ചെയ്തു. പ്രിൻറ്റിങ് എനിക്ക് ഔട്ട്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നിഴലടി ഒരു രക്ഷയില്ല ഗൈസ്. കട്ടിയുള്ള തുണി എടുത്തിട്ട് തയ്ക്കുക കേട്ടോ. ഇങ്ങനെ സാരി കൊണ്ടൊന്നും തയ്ക്കാൻ നിൽക്കണ്ട. സാരി കൊണ്ട് തയ്ക്കുന്നതോട് കുഴപ്പമില്ല. ഇതിൻ്റെ മേലെ കൂടെ ചുരിദാറാണ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയുടെ അറിയില്ല. പക്ഷേ ഇത് ചുരിദാർ അല്ലാത്തത് കാരണം അടിയിൽ വീണ്ടും ഒരു പാൻറ്റ് ഇടേണ്ടി വന്നു. ലൈനിങ് ഇട്ടിട്ട് ഞാൻ പാൻറ്റ് അടിച്ചു, എന്നിട്ടും ഞാൻ വീണ്ടും ഒരു പാൻറ്റ് ഇടേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ ഔട്ട്കം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.